ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡയോഡും അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷനായിട്ടുള്ള റെക്ടിഫിക്കേഷൻ പ്രോസസ്സുമാണ്. അതിൽ ഫുൾ വേവ്, ഹാഫ് വേവ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് സെനർ ഡയോഡിൻ്റെ കേസിലേക്കായിരുന്നു. എന്താണ് സെനർ ഡയോഡ് എന്നതിൻ്റെ കേസും എന്താണ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള കേസൊക്കെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേജ് മൾട്ടിപ്ലെയറിനെ കുറിച്ചാണ്. നമ്മളൊരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ നമുക്കൊരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടാവും, അതുപോലെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും. നമുക്കൊരു റെക്ടിഫിക്കേഷനിൽ കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ VM അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് പീക്ക് വാല്യൂ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി സെയിം എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ നടത്തുന്നത്. ഈ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സെയിം ആയിട്ടുള്ള ഒരു പീക്ക് വാല്യൂ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഡയോഡും കപ്പാസിറ്റർ അടങ്ങുന്ന ഒരു കൺസ്ട്രക്ഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബിൽഡറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. അതായത് ഡയോഡും കപ്പാസിറ്ററും വെച്ചിട്ട് നമുക്ക് ഈ പീക്ക് വാല്യൂവിനെ ഇതിൻ്റെ 2 VM ആയിട്ടോ അല്ലെങ്കിൽ 3 VM ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലെയർ സർക്യൂട്ട്. അതായത് വോൾട്ടേജ് മൾട്ടിപ്ലെയർ സർക്യൂട്ട് എന്നാണ് പറയുക. വോൾട്ടേജ് മൾട്ടിപ്ലെയർ സർക്യൂട്ട്. ഇപ്പോൾ വോൾട്ടേജ് മൾട്ടിപ്ലെയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്നത് VM ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് 2 VM ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് മൾട്ടിപ്ലെയർ നമ്മൾ പറയുന്ന കേസിന് പറയുന്ന പേരാണ് വോൾട്ടേജ് ഡബ്ലർ എന്നാണ് പറയുക. അത് ഡബിൾ ചെയ്യാം. ഇനി അതല്ല VM എന്ന് പറഞ്ഞത് ഒരു 3 VM ആയിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ വോൾട്ടേജ് ട്രിബിളർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡബ്ലറാണോ ട്രിബിളറാണോ എന്നുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ പീക്ക് ഇൻപുട്ട് AC വോൾട്ടേജ്. ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിൽ പ്രൊവൈഡ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ദ പീക്ക് ഇൻപുട്ട് AC വോൾട്ടേജ്. ഔട്ട്പുട്ട് അതിൻ്റെ ഇൻപുട്ട് AC വോൾട്ടേജിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടിന് പറയുന്ന പേരാണ് വോൾട്ടേജ് മൾട്ടിപ്ലെയർ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വോൾട്ടേജ് മൾട്ടിപ്ലെയർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് വോൾട്ടേജ് മൾട്ടിപ്ലെയർ, അതായത് ഇൻപുട്ട് VM ആണെങ്കിൽ ഔട്ട്പുട്ട് 2 VM ആയിട്ട് കിട്ടേണ്ട കേസ്, അല്ലെങ്കിൽ 3 VM ആണെങ്കിൽ അവിടെ ട്രിബിളർ കേസായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ സ്ട്രെങ്ത് അറിഞ്ഞത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് മൾട്ടിപ്ലെയറിൽ DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ AC ഇൻപുട്ട്. കാരണം നമ്മൾ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് AC ആണ്, ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ടത് DC ആണ്. അപ്പോൾ AC ഇൻപുട്ടിനേക്കാളും വളരെ കൂടുതലായിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക, DC ഔട്ട്പുട്ടിൽ ഉണ്ടാവുക ഏത് വോൾട്ടേജ്. പക്ഷെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴതിനനുസരിച്ച് അവിടെ പവർ ആംപ്ലിഫിക്കേഷൻ കൂടണമെന്നില്ല. ദർ ഇസ് നോ പവർ ആംപ്ലിഫിക്കേഷൻ. അതായത് നമ്മളൊരു മൾട്ടിപ്ലെയറിൽ AC ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും വളരെ കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടേണ്ട DC വോൾട്ടേജ്. അപ്പോഴാണ് നമുക്ക് മൾട്ടിപ്ലെയർ എന്ന് പറയാം. പക്ഷെ അങ്ങനെ മൾട്ടിപ്ലെയർ ചെയ്ത് കിട്ടുന്ന കേസിലും ദർ ഇസ് നോ പവർ ആംപ്ലിഫിക്കേഷൻ. അവിടെ ഒരു പവർ ആംപ്ലിഫിക്കേഷൻ എന്ത് ചെയ്യില്ല, നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. പവർ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ പവർ ഔട്ട്പുട്ടിൻ്റെ പവറും തമ്മിലുള്ള റേഷ്യോ. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഇൻപുട്ട് പവറിൽ എന്തുണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. ദർ ഇസ് നോ പവർ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പവർ ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം, ഒരു പവർ നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ അവിടുത്തെ കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടുത്തെ പവർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പവർ ഇൻ കേസ് ഉണ്ടാണെങ്കിൽ തന്നെ അതെന്ത് ചെയ്യും, ലോസ് ചെയ്തിട്ട് പോകും ത്രൂ ഡയോഡ് ഓർ കപ്പാസിറ്റർ. അപ്പോൾ അഡീഷണൽ പവർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻപുട്ടിൽ കൊടുക്കുന്ന അതേ പവർ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അവിടെ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, ദർ ഈസ് ലോസസ് ഇൻ ദ സർക്യൂട്ട് ത്രൂ ദ ഡയോഡ് ഓർ കപ്പാസിറ്റർ.
അതായത് കപ്പാസിറ്ററിലോ ഡയോഡിലൂടെ എന്ത് ചെയ്യും, അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലറിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ. നമ്മൾ പറഞ്ഞു ഒരു വോൾട്ടേജ് ഡബ്ലർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടേണ്ട വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ട്. വി എം എന്ന് പറഞ്ഞത് എന്തായിട്ട് കിട്ടണം, 2 VM പീക്ക് വാല്യൂയുടെ ഡബിളായിട്ട് ചോയ്സായിട്ട് നമുക്ക് കിട്ടണം. ദറ്റ് ഈസ് കോൾഡ് ഡബ്ലർ. അപ്പോൾ ഒരു വോൾട്ടേജ് ഡബ്ലർ നമ്മൾ ഉണ്ടാക്കുകയാണ് യൂസിങ് ഹാഫ് വേവ്. അപ്പോൾ ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 2 ഡയോഡും 2 കപ്പാസിറ്ററും നമുക്ക് കിട്ടിയാൽ മതി. ഈ 2 എന്താ പറയുക എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വോൾട്ടേജ് ഡബ്ലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞത് ഈ രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു AC ഇൻപുട്ട് വോൾട്ടേജാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. VX പീക്കുള്ള ഒരു AC ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് VX sin θ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വോൾട്ടേജ്. 2 കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, C1 C2. അതുപോലെ 2 ഡയോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, D1 D2. പിന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ D1 എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് വരുമ്പോൾ D1 എന്ന് പറയുന്നത് ഫോർവേഡിലും D2 എന്ന് പറഞ്ഞത് റിവേഴ്സ് ബയാസിലായിരിക്കും എന്താ പറയുക ആവുന്നത്. അതായത് D1 എന്ന് പറഞ്ഞത് കണ്ടക്ട് ചെയ്യുകയും D2 എന്ന് പറഞ്ഞത് ഡസ് നോട്ട് കണ്ടക്ട്. കാരണം ഇവിടെ പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവ് വരും. സോ D1 ഈസ് ഫോർവേഡ് ബയാസ്, D2 ആൻഡ് റിവേഴ്സ് ബയാസ്ഡ്. D1 ഫോർവേഡ് ആണെങ്കിൽ അവിടെ എന്തായാലും ഒരു ഷോർട്ട് സർക്യൂട്ട് ആവും, ഇവിടെ എന്താവും ഓപ്പൺ സർക്യൂട്ടായിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു നെഗറ്റീവ് പൊളാരിറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു നെഗറ്റീവ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ നെഗറ്റീവും വരും, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. ഓക്കെ, അപ്പോൾ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആണ്, ദാറ്റ് ഈസ് കണ്ടക്റ്റഡ്. D2 എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ സർക്യൂട്ടായിട്ട് ചേഞ്ച് ചെയ്യും. സോ കറൻറ്റ് വിൽ ബി പാസിങ് ത്രൂ ദിസ് പോസിറ്റീവ് അല്ല, അപ്പോൾ ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, the current will be passing through this direction. So from this analyze, ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ട് വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, C1 ഈസ് ചാർജിങ്. C1 എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യും, കപ്പാസിറ്ററിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങുമാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വോൾട്ടേജ് ഡബ്ലറിൻ്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ C1 എന്ന് പറഞ്ഞത് ചാർജിങ് ആവും, C2 എന്ന് പറഞ്ഞത് ഡിസ്ചാർജിങ് ആവും. ആ ഡിസ്ചാർജിങ് ആയിരിക്കും നമുക്ക് ലോഡ് റെസിസ്റ്റൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്നത്. അപ്പോൾ ഈ ഡിസ്ചാർജിങ് ആവാൻ വേണ്ടി നമുക്കൊരു പർട്ടിക്കുലർ ചാർജ് ഓൾറെഡി ഇതിൽ എന്ത് ചെയ്യണം, വേണം. അത് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത ഒരു കേസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന് ചാർജ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ ഇവിടെ ചാർജ് ചെയ്യുന്നു, C2 എന്ന് പറഞ്ഞത് ഇവിടെ ഡിസ്ചാർജ് ചെയ്യും. ഈ ഡിസ്ചാർജിങ്ങിലൂടെ ലോഡ് റെസിസ്റ്റൻസിന് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ C2 നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന റെസിസ്റ്റൻസ് വോൾട്ടേജ് ആയിരിക്കും. C1ൻ്റെ ചാർജ് എന്ന് പറഞ്ഞത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇവിടെ എത്രയാണോ പീക്ക് വോൾട്ടേജ് വരുന്നത് അതായിരിക്കും ഇവിടുത്തെ കപ്പാസിറ്ററിൻ്റെ മാക്സിമം ചാർജ്. ഓക്കെ, ഇനി നമ്മൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യണം. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആവും. ആ സമയത്ത് D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആകും, D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആകുകയും ചെയ്യും. അപ്പോൾ D1 എന്ന് പറയുന്നത് ഷോർട്ട് ആവും, D2 എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, ഓപ്പൺ സർക്യൂട്ട് ആക്കിയിട്ട് D1 ഓപ്പണും D2 ഷോർട്ട് സർക്യൂട്ടായിട്ട് അവിടെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഒരു നെഗറ്റീവ് സൈക്കിൾ ആവുന്ന സമയത്ത് പോസിറ്റീവ് സൈക്കിൾ, ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈക്കിളാണ് കൺസിഡർ ചെയ്ത്. ഇനി ഒരു പോസിറ്റീവ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആവും. ഓൾറെഡി ഇവിടെ ഒരു ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് VX. ഓക്കെ, VX എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് D2 എന്ന് പറയുന്നത് അവിടെ ഓപ്പൺ ആയിട്ട് മാറി, D1 എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് മാറി, D2 എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് മാറും. സോ ദ കറൻറ്റ് വിൽ ബി പാസിങ് ടു ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ ഇവിടെ എന്ത് ചെയ്യും, കറൻറ്റ് പാസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ C2 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജിങ് എന്നാണ്. ഇവിടെ ചാർജിങ് C2ലാണ് നടക്കുന്നത്. C2 എന്ന് പറയുന്നത് അവിടെ ചാർജിങ് നടക്കും. ഈ C2 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്ന ഒരു VX ഉണ്ടാവും, ഇവിടുന്ന് വരുന്ന ഒരു VX ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2VX എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും ഇവിടുത്തെ ചാർജിങ് വരുന്നത്.
ഏതിന് ഈ C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ചാർജിങ് വരുന്നത് 2Vx. ഓക്കെ, ഇപ്പോൾ 2Vx വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും, ഇവിടെ കപ്പാസിറ്റർ ഡിസ്ചാർജിങ്ങിലേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ വീണ്ടും നെഗറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ C1 എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി. എവിടേക്ക്, ഈ ഇവിടുത്തെ ഇവിടുത്തെ Vxും കൂടിയിട്ട് കംപ്ലീറ്റ് ഇവിടെ എന്ത് ചെയ്തു, ഈ C2 എന്ന് പറയുന്ന ഈ ഒരു കപ്പാസിറ്ററിനെ അക്രോസറായിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി. ദെൻ അടുത്ത സൈക്കിൾ വരുന്നത് നെഗറ്റീവ് സൈക്കിളാണ്. അപ്പോൾ നെഗറ്റീവ് സൈക്കിൾ ആവുന്ന സമയത്ത് വീണ്ടും C1 ചാർജ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് C2 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ അവിടെ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഓരോ നെഗറ്റീവ് സൈക്കിളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് C2 എന്തായിരുന്നോ ചാർജ് തൊട്ട് മുമ്പ്, ആ ചാർജാണ് ഡിസ്ചാർജിങ്ങിലൂടെ പോകുന്നത്. സോ ഇവിടെ C2 എന്ന് പറയുന്നതിൻ്റെ ചാർജ് എന്തായിരുന്നു, 2Vx ആണ്. സോ നമുക്ക് ലോഡ് റെസിസ്റ്റൻസിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2Vxന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. നെഗറ്റീവ് സൈക്കിൾ ആവുന്ന സമയത്ത് D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലായിരിക്കും, D2 എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ബയാസിലായിരിക്കും വരുന്നത്. ഓക്കെ, ആ സമയത്ത് C1 എന്ന് പറയുന്നത് ചാർജ് ചെയ്യും, C2 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ആ ഡിസ്ചാർജിങ് എമൗണ്ട് നമുക്ക് ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മളൊരു പോസിറ്റീവ് സൈക്കിൾ, അപ്പോൾ ഒരു നെഗറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് C1 എന്ന് പറയുന്നത് ഫുള്ളി ചാർജഡ്. ആ ഫുള്ളി ചാർജഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ വോൾട്ടേജ് പീക്ക് എന്താണോ അതായിരിക്കും നമുക്കിവിടെ ഫുള്ളി ചാർജഡ് ആയിട്ട് കിട്ടുന്നത്. C2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്തു പോയി ത്രൂ ദ ലോഡ് റെസിസ്റ്റൻസ്. ദെൻ പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ കപ്പാസിറ്റർ ഫുള്ളി ചാർജഡ് ആണ്, ഇവിടെ നമ്മളൊരു പീക്ക് വോൾട്ടേജും വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു കണക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യും, D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലും D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലും വരുന്നുണ്ട് പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത്. സോ ദ കറണ്ട് വിൽ ബി പാസിങ് ത്രൂ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ C2 എന്ന് പറയുന്നത് അവിടെ ചാർജ് ചെയ്യാൻ തുടങ്ങും, C1 എന്ന് പറയുന്നത് ഡിസ്ചാർജിങ് തുടങ്ങും, അതുപോലെ ഇവിടെ ഒരു പീക്ക് വോൾട്ടേജും വരുന്നുണ്ട്. ഈ രണ്ട് വോൾട്ടേജും എവിടേക്കാണ് വരുന്നത്, ഒരു ആഡ് ചെയ്തിട്ട് ഈ ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് വരുന്നത്. സോ C2 എന്ന് പറയുന്നത് അവിടെ ചാർജിങ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2Vx ആയിരിക്കും. 2Vx എന്ന് പറഞ്ഞാൽ Vx പ്ലസ് Vx ആണ്. ആദ്യത്തെ Vx വരുന്നത് നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ആണ്, AC ഇൻപുട്ട് പീക്ക് വാല്യൂ ആണ് നമ്മൾ ഒന്നാമത്തെ Vx വരുന്നത്. രണ്ടാമത്തെ Vx വരുന്നത് C1 എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് വോൾട്ടേജാണ്. ഓക്കെ, ആ രണ്ട് വോൾട്ടേജും കമ്പൈൻ ചെയ്തിട്ട് എവിടെ വരും, C2 എന്ന് പറയുന്ന വോൾട്ടേജിൽ വരും, കപ്പാസിറ്ററിൽ വരും. ആ സമയത്ത് അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് Vx എന്ന് പറയുന്നത് ഫുള്ളി ഡിസ്ചാർജ് ആയിട്ട് മാറി, C2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്ത് ചെയ്തു, ചാർജിങ് മോഡിലേക്ക് മാറി. ദെൻ വീണ്ടും നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് C1 വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് D1 ഫോർവേഡ് ആയിരിക്കും, D2 ഓപ്പൺ ആയിട്ട് മാറും. സോ C2ലെ ചാർജ് കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും ത്രൂ ദ ലോഡ് റെസിസ്റ്റൻസ് RL. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കർവ് നമുക്ക് ഗ്രാഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2Vx ആയിരിക്കും. ദാറ്റ് ഈസ് എ ഡബ്ലർ, മൾട്ടിപ്ലെയർ ആണ്, മൾട്ടിപ്ലെയറിലെ ഡബ്ലറാണ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് ഈ വോൾട്ടേജ് ഡബ്ലറിൻ്റെ കേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു പ്യുവർ വോൾട്ടേജ് റെഗുലേഷൻ ആയിരിക്കും. ഇതിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്യുവർ വോൾട്ടേജ് റെഗുലേഷൻ. ഇത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കൺസിഡറബിളി അറ്റ് ദ ലോഡ് കറൻറ്റ് ഇൻക്രീസസ്. ലോഡ് കറൻറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ചെയ്യും. അതുപോലെ ലാർജർ ഫിൽറ്റർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലാർജർ ഫിൽറ്റർ കപ്പാസിറ്റർ നമുക്കിതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായിട്ട് വരുന്നുണ്ട് ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാർജ് ഫിൽറ്റർ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യമായിട്ട് വരുന്നുണ്ട്. ലാർജ് ഫിൽറ്റർ ഇസ് നീഡ്. ഇത് രണ്ടും ഇതിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഒന്നാമത് പ്യുവർ വോൾട്ടേജ് റെഗുലേഷനാണ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് വെൻ ലോഡ് കറൻറ്റ്
ഈസ് ഇൻക്രീസസ്. ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ ഡ്രോപ്പായി പോകും. അതുപോലെ ലാർജ് ഫിൽട്ടർ കപ്പാസിറ്റർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ടു മെയിൻറ്റെയിൻ ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ലാർജർ ഫിൽട്ടർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു കേസ്, അതായത് ഡയോഡുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത സെക്ഷനിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.